ഇന്നൊരു ബോട്ടിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബോട്ടി എനിക്ക് കിട്ടിയതാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഒരു കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടിയാണ്. ഇത് 1 കിലോത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കല്ല, തിളപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. അങ്ങനെ ഇത് ചതച്ചിട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ ബോട്ടി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു വാർത്തെടുക്കാം. വീണ്ടും വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നമ്മളിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് ചതച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന്, വെള്ളം ഒരല്പം ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മൂടി വെച്ച് കുക്കറിലിട്ടിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. എന്നാലുള്ളൂ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്കറിയാലോ, ഒരു റബ്ബർ പോലെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ വേവിച്ചെടുക്കണം എന്ന് പറയണത്. ഇനി ഇതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിക്ക് വേണ്ട മസാലക്കൂട്ടുകൾ നമുക്ക് തയ്യാറാക്കാം. അതിനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് കുറച്ച് ചെറിയ ഉള്ളി, അല്പം ഉപ്പ് പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ആക്കേണ്ടവർക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കും.